ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എടുത്ത ഒരു ഡിജിറ്റിനെ ഈസി ആയിട്ട് 11 കൊണ്ടും 12 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ഇത് നോർമൽ മെത്തേഡ് അല്ല, ഒരു ഷോർട്ട് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെത്തേഡിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 1 2 3 4 5 6 ഇതൊരു 6 ഡിജിറ്റ് നമ്പറാണ്. സോ ഇത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ രണ്ട് ബോത്ത് എൻ സൈഡിലും ഇവിടെയും 6ൻ്റെ പ്ലേസിലും 1ൻ്റെ പ്ലേസിലും എൻഡിലും ഒരു 0 ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ദെൻ നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് റൈറ്റ് എൻഡ്, ദാറ്റ് മീൻസ് വൺസ് എൻഡ് ചെയ്ത് നമുക്ക് എഴുതി തുടങ്ങാം. ദെൻ ഇവിടെ 6 ആണ്. അപ്പോൾ 6 + 0 ഒരു അസ്യൂം 0 ഉണ്ടല്ലോ. അപ്പോൾ 6 + 0 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. സോ അത് അതുപോലെ എഴുതുക. ദെൻ അടുത്ത നമ്പർ 6ൻ്റെ അടുത്ത അഡ്ജസ്റ്റൻറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5 + 6 11 ആണ്. 1 ക്യാരി ഉണ്ട്. ദെൻ നെക്സ്റ്റ് 5 + 4 5ൻ്റെ അഡ്ജസ്റ്റൻറ്റ് നമ്പർ. ഓക്കെ, 5 + 4 എന്ന് പറയുന്നത് 9 ആണ്. 9 + 1 ക്യാരി 10 ആണ്. ദെൻ അഗെയിൻ 1 ക്യാരി. ദെൻ നെക്സ്റ്റ് 4 + 3 is 7. 7 + 1 8. ഓക്കെ, ദെൻ 3 + 2 is 5. Write 5. Then 2 + 1 is 3. Then last 1 ആണ്. 1 + 0 assuming 0 ഉണ്ടല്ലോ. So 1 + 0, right? 0 1 itself. Okay, the answer is 1358016. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് അഡീഷണൽ കൂടെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് മെത്തേഡാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്പർ 11 × 241362. ഹിയർ ഓൾസോ നമ്മൾ ആഡ് ചെയ്ത് മീൻസ് അസ്യൂമിങ് ചെയ്യണം. രണ്ട് സീറോസ് ഉണ്ടെന്ന് എഴുതിയിട്ട് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് ആൻസറിലേക്ക് എഴുതാൻ പറ്റും. ഇവിടെ 2 + 0 2 ആണ്. ദെൻ 2 + 6 എന്ന് പറയുന്നത് 8 ആണ്. ദെൻ 6 + 3 എന്ന് പറയുന്നത് 9 ആണ്. ദെൻ 3 + 1 is 4. 1 + 4 5. 4 + 2 is 6. Then 2 plus assuming 0 is 2 itself. So here answer 265492982. Okay. ദെൻ അടുത്ത് നമ്മൾ 12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ ആ നമ്പർ മീൻസ് അതേപോലെ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ 12ൻ്റെ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 5 ഡിജിറ്റ് നമ്പറാണ്. ഇത് നമ്മൾ റൈറ്റ് എൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അസ്യൂമിങ് രണ്ട് 0 നമ്മൾ മൈൻഡിൽ അസ്യൂം ചെയ്യണം. ദെൻ ഇവിടെ നമ്മൾ നമ്പറിനെ ഡബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എങ്ങനെയാണെന്ന്. ഇവിടെ ഇപ്പോൾ 1 പ്ലേസിൽ 1 ആണ്. സോ ഇവിടെ 0 അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ 1ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 2 ആണ്. സോ നമ്മൾ 2 + 0 ആയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 2 ആണ് കിട്ടുന്നത്. 2 + 0. ദെൻ 1 അത് കഴിഞ്ഞു. അടുത്ത നമ്മുടെ നമ്പർ 1ൻ്റെ അഡ്ജസ്റ്റൻറ്റ് നമ്പർ 6 ആണ്. 6ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 12 ആണ്. ദെൻ നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്ന നമ്പറിനെ ഡബിൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ 6 അടുത്ത് എടുക്കുകയാണ്. സോ 6ൻ്റെ ഡബിൾ 12. 12 + 1 എന്ന് പറയുന്നത് 13 ആണ്. സോ ഇവിടെ 3 എഴുതി 1 ക്യാരി ഉണ്ട്. ദെൻ നെക്സ്റ്റ് നമ്പർ 7. 7ൻ്റെ ഡബിൾ 14 ആണ്. 14 + 6 എന്ന് പറയുന്നത് 20 ആണ്. 20 + 1 ക്യാരി 21. ഹിയർ 2 ക്യാരി ഉണ്ട്. ദെൻ നെക്സ്റ്റ് നമ്പർ 2 ആണ്. 2ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 4 ആണ്. 4 + 7 11 ആണ്. 11 + 2 ക്യാരി 13. ഓക്കെ, ദെൻ അഗെയിൻ 1 ക്യാരി. ദെൻ 5ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 10 ആണ്. 10 + 2 12. 12 + 1 ക്യാരി is 30. ഓക്കെ, അഗെയിൻ 1 ക്യാരി. ദെൻ നെക്സ്റ്റ് 0 ആണ്. 0 നമ്മൾ അസ്യൂം ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഡബിൾ എന്ന് പറയുന്നത് 0 itself. സോ 5 + നമ്മുടെ ക്യാരി 1 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 11ൻ്റെ സംഭവം അതേപോലെ എഴുതണം. 12ൻ്റെ വരുമ്പോൾ നമ്മൾ ഡബിൾ ആയിട്ട് നമ്പറിനെ മാറ്റണം. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് നമ്പർ 63924. ഹിയർ ഓൾസോ എന്താണ് നമ്മൾ ഡബിൾ ചെയ്താണ് എടുക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമ്പറിനെ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ വലിയ നമ്പേഴ്സാണ്, 88 77 ഒക്കെ. അപ്പോൾ നമ്മൾ ഈസി ട്രിക്കിൽ എങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ് സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം വിത്ത് ആൻഡ് പെൻ ആൻഡ് പേപ്പർ. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മൈൻഡിൽ തന്നെ പെട്ടെന്ന് ഇത് ആൻസറിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 77 ആണ്, സെയിം നമ്പറാണ്. സോ 7 × 5 7 × 5 എത്രയാണ്? 3 5. ദെൻ മിഡിൽ നമ്പർ എന്ന് പറയുന്നത് ഈ 3 + 5 ആണ്. 3 + 5 എന്ന് പറയുന്നത് 8 ആണ്. സോ 8 എഴുതുക. ദിസ് ഈസ് ആൻസർ 385. ദെൻ 88 × 4. ഇവിടെ 8 × 4 എത്രയാണ്? 36 ആണ്. സോ 32 ആണ്. സോ 32. ദെൻ മിഡിൽ പ്ലേസിൽ നമ്മൾ 3 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. സോ 352. ഓക്കെ, ദെൻ 55 × 7. ഹിയർ 5 × 7 എന്ന് പറയുന്നത് 35 ആണ്. സോ 35 ഇല്ല, 3 ഫസ്റ്റ് പൊസിഷനിലും 5 ലാസ്റ്റ് പൊസിഷനിലും. ദെൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് പൊസിഷൻ എഴുതുക. 3 + 5 is 6 8. ദെൻ 99 × 3. ഇവിടെ 9 × 3 എന്ന് പറയുന്നത് 27 ആണ്. സോ 27. Then 2 + 7 9. So 297 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ.